ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും ഹലോ മലയാളത്തിലേക്ക്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ അവസാന ലാപ്പിലാണ്. ഈ തുടക്കമൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങിയെങ്കിൽ ഇപ്പോഴേ ആളി കത്തുകയാണ് നിലമ്പൂര്. കൊട്ടിക്കലാശത്തിന് തൊട്ട് മുന്നിലുള്ള ദിവസം, അവസാന ദിവസത്തിൽ എങ്ങനെയാണ് നിലമ്പൂർ? കഴിഞ്ഞ ദിവസത്തെ പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സുനിശ്ചിതമായിട്ടുള്ള വിജയം അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ 2 കേന്ദ്രങ്ങളിലായിരുന്നു പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി വന്നത്. അതിനോടനുബന്ധമായിട്ടുള്ള റോഡ് ഷോയും ഉണ്ടായിരുന്നു. സത്യത്തിൽ തോരാതെ പെയ്യുന്ന, തിമിർത്ത് പെയ്യുന്ന, കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും നൂറുകണക്കിന് പ്രവർത്തകരാണ് ആവേശഭരിതമായി അവരെ സ്വീകരിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറായത്. ഒരുപക്ഷെ ഞങ്ങളുടെയൊന്നും പൊതുജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ആവേശകരമായ ജനമുന്നേറ്റത്തിനാണ് സത്യത്തിൽ നിലമ്പൂർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള അചഞ്ചലമായ ആത്മവിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് പൊതുവേ ഉള്ളത്. അതിനെ അതിജീവിക്കാൻ കഴിയാത്ത നിലയിൽ ഇപ്പോൾ CPM-ഉം ഇടതു ജനാധിപത്യ മുന്നണിയും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വേണം. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച എന്നൊരു മുദ്രാവാക്യം, അതിന് കുറച്ചും കൂടി ശക്തി പകരണം നിലമ്പൂരിൽ ജയിച്ചാൽ. പക്ഷേ UDF-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭരണം തിരികെ വേണം. ഭരണത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ഈ നിലമ്പൂർ പോര് അതീവ നിർണായകമാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അല്പം പോലും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് CPM, അതോടൊപ്പം തന്നെ 9 വർഷക്കാലം നിയമസഭാംഗമായിരുന്ന LDF-ൻ്റെ പ്രതിനിധിയായി മത്സരിച്ചിരുന്നയാൾ. അങ്ങനെ 3 പ്രധാനപ്പെട്ട എതിർപ്പുകളാണ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ എതിർക്കുന്നത് എന്ന് മാത്രമല്ല, അതിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള ബന്ധം സത്യത്തിൽ നിലമ്പൂരിൽ മറനീക്കി പുറത്തു വരുന്നു. അവരാദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം BDJS-ന് സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നു, അല്ലെങ്കിൽ സീറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വരെ കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഒരാളെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അപ്രസക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, ഒരാവശ്യവുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് കണ്ടെത്തി നിർത്തുമ്പോൾ തന്നെ സന്ദേശം വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ വിജയിപ്പിച്ച് CPM-ൻ്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM BJP ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ UDF അതിശക്തമായ നിലയിലുള്ള പ്രവർത്തനം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു. 263 ബൂത്തിലും വ്യക്തമായ പ്രവർത്തനം നടത്തി നല്ല ഇതിനകം തന്നെ നേടിയിട്ടുണ്ട്. CPM ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രതിലോമകരമായ പ്രചാര പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ ജനമുന്നേറ്റം, ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും വലിയ ജനങ്ങളുടെ ആവേശകരമായ മുന്നേറ്റം സംഘടിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ ഈ ഇടതുമുന്നണി പറയുന്നത് ഞങ്ങൾ മറ്റു വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾക്ക് ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഭരണ നേട്ടങ്ങൾ എല്ലായിടത്തും റാലികളിലൊക്കെ പറയുമ്പോഴും UDF-നെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സഖ്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെയും മുഖ്യമന്ത്രി നിലമ്പൂരിൽ സംസാരിച്ചതൊക്കെ. അപ്പോൾ വർഗീയതയുമായി കൈകോർക്കുന്നു എന്ന് പറയുന്നു. വെൽഫെയർ പാർട്ടിയെ വോട്ടായല്ല, സഖ്യമായാണ് LDF ഇപ്പോൾ ഓരോ വേദിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ UDF-നെ ഒരു വർഗീയ ചേരിക്കൊപ്പം നിർത്താനുള്ള LDF-ൻ്റെ നീക്കം അത് നിലമ്പൂരിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക ശ്രീ NK പ്രേമചന്ദ്രൻ?
കനത്ത തിരിച്ചടിയായിരിക്കും. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നിങ്ങൾ പരിശോധിച്ചാൽ തൃക്കാക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ഈ മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? ആരുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപിച്ചത്? ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ കത്തോലിക്ക സഭയുടെ ആശുപത്രിയുടെ റിസപ്ഷൻ റൂമിൽ വെച്ച് ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ വെച്ചല്ലേ പി രാജീവ് അടക്കമുള്ള CPMൻ്റെ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? പച്ചയായ വർഗീയതയായിരുന്നില്ലേ ലക്ഷ്യം? ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടല്ലേ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത്? പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുപോലെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിലോമകരമായ പ്രചരണങ്ങൾ അവർ നടത്തി. നിങ്ങൾ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. സകല സാമുദായിക ശക്തികളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അധികാരത്തിലെത്തുക, തങ്ങളോടൊപ്പം എത്താത്ത സാമുദായിക പിൻബലമുള്ള കക്ഷികളെ മുഴുവൻ വർഗീയതയുടെ ചാപ്പ കുത്തുക, എന്നിട്ട് വർഗീയതയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തുക എന്നുള്ളത് CPM പരമ്പരാഗതമായി സ്വീകരിച്ചു പോരുന്ന നയമാണ്, നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമി ഞാൻ LDF-ലായിരുന്നപ്പോൾ LDF-ൻ്റെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്നെ പിന്തുണച്ചിട്ടുണ്ടല്ലോ. ഞാൻ പങ്കെടുത്ത വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. എത്രയോ അനുഭവങ്ങൾ, എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ LDF-നോടൊപ്പം ചേർന്നാൽ അവരെല്ലാം വർഗീയ വിരുദ്ധം, UDF-നോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം വർഗീയത. PDP നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവരോടൊപ്പം നിർത്തിക്കൊണ്ടാണെന്ന് പറയുന്നത്. ഇപ്പോൾ PDP ഓരോ കാലഘട്ടത്തിലും ഓരോ ന്യായീകരണവാദം കണ്ടെത്തും. പീഡിപ്പിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ പീഡിതർ ആ വാക്കുവായി എന്തൊരു വിവരക്കേടാണ്, എന്തൊരു നിലവാര തകർച്ചയാണ് ഈ പാർട്ടിക്ക്. അതാണ് ഞാൻ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ, LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മുഖപ്രസംഗം, ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതിയവർ, ലേഖനം എഴുതിയവർ, അതിനെ പരസ്യമായി സ്വാഗതം ചെയ്ത അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിൽ UDF ഏർപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത പ്രചരണത്തിലൂടെ ഇവിടെ ഒരു ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതിനുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ LDF-ൻ്റെ പ്രതിനിധിയായി മത്സരിച്ചിട്ടുണ്ട്, UDF-ൻ്റെ പ്രതിനിധിയായി മത്സരിച്ചിട്ടുണ്ട്. രണ്ട് ഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളിൽ അതത് കാലങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുരോധമായി ഓരോ മുന്നണികളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ആയിരുന്നപ്പോഴും വെൽഫെയർ പാർട്ടി ആകുന്നതിന് മുമ്പും. അന്നൊന്നുമില്ലാത്ത ഒരാക്ഷേപവുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് UDF-നെതിരായി പറയാൻ ഒരു ആക്ഷേപവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെയും പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അവർ ആവിഷ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അത് ഭൂരിപക്ഷ ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളാണ്. അതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജൂൺ മാസം 6-ാം തീയതി ബക്രീദ് എന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. വിശ്വാസപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കലണ്ടറിൽ അവധി പ്രഖ്യാപിക്കപ്പെട്ട, മുൻകൂറായി അവധി പ്രഖ്യാപിക്കപ്പെട്ട ജൂൺ 6 തൊട്ടടുത്ത ദിവസമായി പെരുന്നാൾ മാറിയപ്പോൾ ആ ജൂൺ 6-ൻ്റെ അവധി, പ്രഖ്യാപിതമായിട്ടുള്ള അവധി എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു സമീപനം എന്തിനാണ് സ്വീകരിച്ചത്? വളരെ വ്യക്തമല്ലേ, വളരെ കൃത്യമല്ലേ? ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ഒരു അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അതിനുശേഷം ആ ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുക, അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂൺ 6-ാം തീയതി തലേ ദിവസം അർദ്ധരാത്രി ആ അവധി പിൻവലിക്കുക. ഇതെല്ലാം വളരെ വളരെ അതുപോലെ തന്നെയല്ലേ നമ്മളെല്ലാവരും കണ്ടതല്ലേ? സ്കൂൾ സമയം വർദ്ധിപ്പിച്ചു. സ്കൂൾ സമയം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ എടുത്ത സ്വീകരിച്ച നിലപാടെന്താ? ഇതിലെല്ലാം സാമുദായിക ശക്തികളുടെയും വർഗീയ ശക്തികളുടെയും ഒക്കെ ശക്തമായ സമ്മർദ്ദത്തിനും സ്വാധീനത്തിനും വഴങ്ങി നിലപാടുകൾ സ്വീകരിക്കുക. തരാതരം പോലെ അവസരത്തിനനുസരിച്ച് ഭൂരിപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ വർഗീയതയുമായും സന്ധി ചേരുക. അതിനുശേഷം ഉളുപ്പില്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി വർഗീയതയെന്ന് വിളിച്ച് ആക്ഷേപിക്കുക എന്നുള്ളത് CPMൻ്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള അവസരം.
നയമാണ്. ആ നയം എത്രയോ പ്രാവശ്യം കേരളം നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൃക്കാക്കരയിലായാലും പാലക്കാടായാലും പുതുപ്പള്ളിയിലായാലും എല്ലാ സ്ഥലത്തും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ നയവും തന്ത്രവുമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേരിൽ നിലമ്പൂരുകാർ കാണുന്നുണ്ട്, അവരിതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, അവരിതെല്ലാം പറയുന്നുണ്ട്, പറഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ സ്കൂൾ സമയം വർദ്ധിപ്പിച്ച കാര്യമൊക്കെ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പിന് കാരണക്കാരനായതുപോലും പി വി അൻവറാണ്. പി വി അൻവർ ഒരു ഫാക്ടർ ആവില്ല എന്നാണ് എല്ലായിടത്തും UDF ഉം CPM ഉം ഒരുപോലെ പറയുന്നത്. പി വി അൻവർ വിഷയം രണ്ട് മുന്നണികളും അങ്ങനെ ചർച്ച ചെയ്യുന്നുമില്ല. ഇന്നലെ ഇപ്പം യൂസഫ് പത്താനെയൊക്കെ ഇറക്കി, യൂസഫ് പത്താൻ വന്ന റാലിയിലേക്ക് ആൾ സാന്നിധ്യം ഇപ്പോൾ അൻവറിൻ്റെ ഈ ഒരു അവിടുത്തെ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ? ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അൻവർ ഒരു സ്പോയിലറായൊക്കെ മാറുമോ? അല്ല, ശ്രീ പി വി അൻവർ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. ഒരു മുന്നണി സംവിധാനത്തിന്, ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലപാടാണോ അദ്ദേഹം സ്വീകരിച്ചത്? ഒരു മുന്നണിയിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി വിമർശിക്കുക, ആ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറയുക, എന്നിട്ട് അയാൾക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടൊരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാകണമെന്ന് ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ആഗ്രഹിച്ചാൽ ഏതെങ്കിലും പാർട്ടിക്കോ മുന്നണിക്കോ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുമോ? അത്തരമൊരു സാഹചര്യത്തിലാണ് UDF ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. ആ മത്സരത്തിൻ്റെ തന്നെ പ്രസക്തി എന്താണ്? എന്തിനാണ് അദ്ദേഹം നിയമസഭാംഗത്വം ഞാൻ എൻ്റെ പ്രധാന ചോദ്യം, എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുണ്ടായി? പി വി അൻവർ 9 വർഷക്കാലം നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന പി വി അൻവർ വ്യക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, പിണറായി സത്തിനെതിരായിട്ടാണ്, ഈ അപ്രമാദിത്വത്തിനെതിരായിട്ടാണ്. എൻ കെ പ്രേമചന്ദ്രൻ അങ്ങ് പറഞ്ഞതുപോലെ നിലമ്പൂരിൽ എന്തുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു? പി വി അൻവറിന് എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? എന്തുകൊണ്ട് അൻവർ പിണറായിസത്തിലും മരുമോനിസത്തിലും ആരംഭിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സതീശനിസമാണ്? നിലമ്പൂരുകാർ പൊളിറ്റിക്കലാണ്, അവരെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിലമ്പൂരുകാരെ ബോധ്യപ്പെടുത്താൻ UDF കഴിഞ്ഞിട്ടുണ്ടോ? വളരെ ലളിതമല്ലേ? കാരണം പി വി അൻവറിൻ്റെ വാക്കുകളിലും വരികളിലും ഒക്കെ വളരെ വളരെ വ്യക്തമല്ലേ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച്? ഇതെല്ലാം നിലമ്പൂർ ജനത കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? തുടക്കം മുതൽ അദ്ദേഹം എന്തായിരുന്നു സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വീണ്ടും രാജിവെക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ. രാജിവെക്കുന്നയാൾ വീണ്ടും മത്സരിക്കുന്നതിനൊരു തടസ്സവുമില്ല, ഞങ്ങൾക്കതിനകത്തൊരു വിരോധവുമില്ല. പക്ഷെ പ്രശ്നം അതല്ല, എന്തായിരുന്നു അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം? ആ രാഷ്ട്രീയം സാധ്യമാകണമെങ്കിൽ ശ്രീ പി വി അൻവർ അടക്കം വോട്ട് ചെയ്യേണ്ടത് ആര്യാടൻ ഷൗക്കത്തിനാണ്. അതാണ് രാഷ്ട്രീയം. അല്ലാതെ ഉള്ളത് വ്യക്തിപരമാണ്, അത് രാഷ്ട്രീയമല്ല, പൊതുതാൽപര്യമല്ല. അല്ലാതെ പറയുന്ന വാദമുഖങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും പകയുടെയും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വിരോധത്തിൻ്റെയും ഒക്കെ ഭാഗമായി പറയുന്നതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രസക്തമാണ്. 9 വർഷക്കാലം അധികാരത്തിലിരിക്കുമ്പോൾ പിന്നിടുമ്പോൾ ഒരു പാർട്ടി, ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനത്തെ കുടുംബാധിപത്യ പാർട്ടിയാക്കി, ഏകാധിപത്യ പാർട്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി കോടികൾ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അങ്ങനെയെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ നിലമ്പൂരിലെ വന്യജീവി പ്രശ്നം അത് ദൈനംദിന വാക്പോരിൽ നിന്ന് ജനകീയ വിഷയങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചു വിടാൻ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിനായോ എന്നുള്ളത് കൂടിയാണ്. കാരണം ഇന്നലെ ഈ സന്ദർശനം, പ്രിയങ്ക ഗാന്ധി വന്നു, അവിടെ സംസാരിച്ചു, വലിയ ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. UDF പ്രിയങ്കയുടെ വരവ് എത്രത്തോളം ഗുണകരമാകും? അല്ല, പ്രിയങ്ക, അതിൻ്റെ ആദ്യ വാചകം തന്നെ ഇതായിരുന്നു, പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനത്തോടുകൂടി, പര്യടനത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ വളരെ പ്രസക്തമായിട്ടുള്ള 1-2 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ വന്യജീവി സംഘർഷവും വന്യജീവി മനുഷ്യൻ സംഘർഷം മാത്രമല്ല, ആശാ വർക്കേഴ്സിൻ്റെ കാര്യം അവർ ചൂണ്ടിക്കാണിച്ചല്ലോ. ഇത് രണ്ടും പ്രതീകാത്മകമായിട്ടുള്ള വിഷയങ്ങളാണ്.
ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കോവിഡ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പ്രവർത്തകരായി നിന്ന് പ്രവർത്തിച്ച ആശാ വർക്കേഴ്സിനോട് CPM-ഉം പാർട്ടിയും ഗവൺമെൻറ്റും സ്വീകരിച്ച നയവും സമീപനവും കേരളം കണ്ടതാണ്. ഇപ്പോഴും ഈ തിമിർത്തു പെയ്യുന്ന കോരിച്ചൊരിയുന്ന മഴയത്തും സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുന്നിൽ അവർ നിരാഹാര സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുകയാണ്. അവർ ഇപ്പോഴും പ്രത്യക്ഷമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിലാണ്. അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കേണ്ട, അപമാനകരമായി, അതായത് പകർച്ചവ്യാധി പരത്തുന്ന സാംക്രമിക രോഗം പകർത്തുന്ന കീടങ്ങളാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് എന്ന് വരെ പറഞ്ഞ CPM-ന്റെ നേതൃത്വത്തിന് നിലമ്പൂർ ജനത ചൂട്ട മറുപടി കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം ഇന്നലെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചതാണ് വന്യജീവി അനിമൽ മാൻ കോൺഫ്ലിക്റ്റ്. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഷമായല്ലോ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ഈ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന്, ആക്രമണം തടയുന്നതിന്, ഫെൻസിങ് ഉൾപ്പെടെ, കിടങ്ങു കുഴിക്കുന്നത് ഉൾപ്പെടെ വനാന്തരങ്ങളിൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത് ഉൾപ്പെടെ നിരവധിയായ നടപടികൾ മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിരുന്നു. ഈ 9 വർഷം അല്ലെങ്കിൽ 10 വർഷം പിന്നിട്ട ഗവൺമെൻറ് സാമ്പത്തിക പ്രതിസന്ധി മൂലം, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്തോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു കാര്യവും ഈ കാര്യത്തിൽ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിരന്തരമായിട്ടുള്ള വന്യജീവി ആക്രമണത്തിന് വിധേയമാകുന്നു. മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത്രയും വലിയ അരക്ഷിതാവസ്ഥ മലയോര മേഖലയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ, UDF-ൻ്റെ നേതൃത്വത്തിൽ മലയോര ജാഥയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ഞങ്ങൾ വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്, 2026-ൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ മൗലിക വിഷയങ്ങളിലൊന്നായി പരിഹരിക്കാൻ, മൗലിക വിഷയങ്ങളിലൊന്നായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ വന്യജീവികളുടെ കടന്നാക്രമണം, മലയോര കൃഷിക്കാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ കർമ്മപരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന പ്രഖ്യാപിതമായ മുദ്രാവാക്യത്തോടു കൂടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ 2026-ലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. 2026-ൽ നടക്കാൻ പോകുന്ന ഭരണമാറ്റത്തിൻ്റെ നാന്ദി കുറിക്കലാണ്, അതിൻ്റെ തുടക്കമാണ് നിലമ്പൂരിൽ നിന്ന് 2025 ജൂൺ മാസം 23-ാം തീയതി ആരംഭിക്കാൻ പോകുന്നത്. ആ ഭരണമാറ്റത്തിൻ്റെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ വിജയത്തിലൂടെ ആ ജൈത്രയാത്രയിലേക്കായിരിക്കും തുടർന്ന് UDF മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ. നമുക്കിപ്പം ചേർന്നതിന് എനിക്കറിയാം അങ്ങേക്ക് വളരെ തിരക്കുള്ള ദിവസമാണ്. അതിനിടയിലും കുറച്ച് സമയം മാറ്റിവെച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.